ശ്രീനാരായണീയരെ. യുവാവായ നാണുഭക്തൻ ഇടയ്ക്കിടെ വളരെ ദൂരം യാത്ര ചെയ്യും. ശ്രീനാരായണ ഗുരുവിനെ യുവാവായ സമയത്ത് നാണു എന്നാണല്ലോ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രകൾ മിക്കപ്പോഴും തിരുവനന്തപുരത്തേക്കാണ്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അടുത്ത ദിവസങ്ങളിലൊന്നും മടങ്ങി വരാറില്ല. അവിടെ ക്ഷേത്രങ്ങളിലും സത്രങ്ങളിലുമൊക്കെയായി അന്തിയുറങ്ങും. കുറേ ദിവസങ്ങൾ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ കയ്യിൽ പുരാണങ്ങളൊക്കെ കാണും. അതൊരു സഞ്ചിയിലാക്കി അദ്ദേഹം പോകുന്ന വഴിയിലൊക്കെ എവിടെയെങ്കിലും സത്രത്തിലോ മരച്ചുവട്ടിലോ ഒക്കെ ഇരുന്ന് അത് ഉറക്കെ വായിക്കും. അത് കേൾക്കാനായിട്ട് കുറേ ആൾക്കാർ കൂടും. ഈ എത്ര ഇഷ്ടമില്ലാത്തവരാണേലും അത് കേട്ട് കഴിയുമ്പോൾ വളരെയധികം ആകർഷണം തോന്നുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറ്റിക്കൂടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരിക്കൽ നാണുഭക്തൻ്റെ പ്രഭാഷണത്തിൽ അളവറ്റ് ഭക്തിയും മതിപ്പും തോന്നി ഒരു തമിഴ് മധ്യവയസ്കൻ അടുത്തുകൂടി. അവരുറ്റ ചങ്ങാതിമാരായി മാറി. അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു കടയുണ്ട്, പുസ്തകക്കടയാണ്. അവിടെ പുസ്തകം വിൽപ്പനയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നാണുഭക്തനെയും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. വളരെയധികം നാണുഭക്തന് ഈ പുസ്തകമൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. അദ്ദേഹം അങ്ങനെ അവിടെ ഇരുന്ന് കുശലപ്രശ്നങ്ങളൊക്കെ നടത്തുകയും ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വായിക്കാൻ നാണുഭക്തന് അവസരമുണ്ടായി. മിക്കപ്പോഴും കടയുടമ ഇല്ലാത്ത സമയം നാണുഭക്തനാണ് കടയുടെ ചുമതലയെല്ലാം. അതോ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് കൈകാര്യം ചെയ്തു. തമിഴ് വേദങ്ങളായ തിരുവുള്ളവരുടെ തിരുക്കുറൾ, മണിക്കാവാചരുടെ തിരുവാചകം, തിരുജ്ഞാന സംബന്ധരുടെ ഒഴുവിലൊടുക്കം തുടങ്ങി ചിലപ്പതികാരം, മണിമേഖല, നാനൂൽ തുടങ്ങിയ പല തമിഴ് ഭാഷകളും തമിഴ് സാഹിത്യങ്ങളും അതുപോലെ തമിഴ് പാട്ടുകളും എല്ലാം ഗുരു മനസ്സിലാക്കി. എല്ലാം തന്നെ ഒറ്റയിരിപ്പിൽ തന്നെ ഇരുന്നു വായിച്ചുവെന്ന് വേണം പറയാൻ. അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തമിഴ് കൃതികളെല്ലാം വായിച്ച് മനസ്സിലാക്കി ഹൃദിസ്ഥമാക്കി അദ്ദേഹത്തിനോട് തമിഴ് വേദാന്തത്തിനോട് വളരെയധികം ഇഷ്ടം തോന്നുകയും അതുകൊണ്ട് തന്നെയാണ് പിൻകാലത്ത് അദ്ദേഹം രചിച്ച അനുകമ്പാദശകം എന്ന കൃതിയിൽ ഈ തമിഴ് സിദ്ധന്മാരെക്കുറിച്ചും അവരെയെല്ലാം അനുകമ്പയുടെ മൂർത്തികളായിട്ടാണ് ഗുരുദേവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വേദങ്ങളെയും ഒരുപോലെ കണ്ട ശ്രീനാരായണ ഗുരുവിനെ മുമ്പിൽ നമുക്ക് ഒന്നുകൂടെ നമിക്കാം.